അല്ല ഇത് വെച്ചപ്പോൾ പണി കഴിഞ്ഞ് പിന്നെ കത്ത് എന്ന് പറയുന്നത് ഇല്ല. നമ്മുടെ എംപിയുടെ ഫണ്ട് കൊണ്ട് അവരുണ്ടാക്കിയ സാധനമാണ്, ഇതിപ്പോൾ കത്തണില്ല. സർക്കാരിൻ്റെ നയമാണല്ലോ ആറ്റെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ ഇരിക്കുന്നവർ. കാരണം ഇടി വെട്ടിയാലും കണ്ണു തുറക്കൂല എന്നുള്ള ഒരിതാണ്. നമസ്കാരം, ആലങ്കോടാണ്. ആലങ്കോട് എന്ന് പറയുമ്പോൾ കറക്റ്റായിട്ട് ആറ്റിയിൽ നിന്ന് കൊല്ലത്ത് പോകുന്ന വഴിക്കുള്ള ആ ഒരു മട്ടൺ സെൻറ്റർ കൂടെയാണ് ആലങ്കോട്. ആലങ്കോട് ഒരുപാട് കാലമായിട്ട് നാട്ടുകാർ വിളിക്കുകയാണ്. കാരണം ഇവിടെ ഡിവൈഡറുണ്ട്, ഹൈമാസ്റ്റ് ലൈറ്റ് ഉണ്ട്, ഒരുപാട് എല്ലാ സംഭവങ്ങളുണ്ട്. പക്ഷേ ഇവിടെ ഹൈമാസ്ക് ലൈറ്റ് കത്തുന്നില്ല. അതൊക്കെയാണ് നാട്ടുകാരുടെ പരാതി. ഒരുപാട് വണ്ടികൾ രാത്രി ഡിവൈഡറിലേക്ക് ഇടിച്ചു കയറുന്ന ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമെന്നാണ് നാട്ടുകാർ. നമുക്കിതിൽ നാട്ടുകാരെ ചോദിക്കാം. ചേട്ടാ, ഒരുപാട് ആൾക്കാർ ഇവിടെ നിന്ന് വിളിച്ചിരുന്നു. കാരണം ഇവിടെ എങ്ങനെയാണ് സന്ധ്യ ആയി കഴിഞ്ഞാൽ വല്ല ഭയങ്കര ട്രാഫിക് ജാമാണ്. എപ്പോഴും വണ്ടി തട്ടയും മുട്ടയൊക്കെ ഇവിടെ ഉണ്ട്. പോലീസൊന്നും ഇവിടെ ഒന്നുമില്ല. ഇതൊക്കെ കൊണ്ട് ആക്ച്വലി തന്നെ ആൾക്കാർ കൊണ്ടുപോകുമ്പോഴാണ് പോലീസൊക്കെ വരുന്നത്. പിന്നെ ലൈറ്റും കാണൂല. കൂടെ ഹൈമാക്സ് കണ്ട ഇല്ല, ചുമ്മാ നിർത്തിയിരിക്കുകയാണ്. അതിൽ കൊണ്ട് ഇടിച്ച് കയറി പോവുകയാണ്. എല്ലാം കൊണ്ട് ഇടിച്ച് കയറുകയാണ്. ശരിക്കും ആക്സിഡന്റ് ആയതുകൊണ്ട് അങ്ങോട്ട് വിളിച്ച് അവിടെ വിളിച്ച് പറയുന്നു. നിങ്ങൾ ഈ പഞ്ചായത്തിലെല്ലാം പരാതി കൊടുത്ത് പറയപ്പെടുമ്പോഴാണ് നമ്മളെ വിളിക്കുന്നത്. ഇപ്പോൾ ഇത് മുനിസിപ്പാലിറ്റിയാണ്, പ്രത്യേകിച്ച് പഞ്ചായത്തല്ല. പഞ്ചായത്തിൽ പറയാത്തി പോരാൻ ആൾക്ക് വരും. ഇത് മുനിസിപ്പാലിറ്റിയാണ്. വലിയൊരു സ്ഥാപിച്ചാരാണ് അത് മറ്റേ അടൂർ പ്രകാശിന്റെ ഇതിൽ വന്നതാണ്. അത് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഉത്തരവാദിത്തമായ പുള്ളിക്കുള്ളതല്ലേ? അതാണ്. ഇവിടുത്തെ പൊതുപ്രവർത്തന അഷറഫൊക്കെ ഉണ്ട്. പുള്ളി നമ്മുടെ ആം ആദ്മി പാർട്ടിയുടെ പ്രവർത്തനം കൂടിയാണ്. ചേട്ടാ, ഒരു ഹൈമാസ് ലൈറ്റ് സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പഞ്ചായത്ത് മൊത്തം പരസ്യം വയ്ക്കും. അല്ല ഇത് വെച്ചപ്പോൾ പണി കഴിഞ്ഞ് പിന്നെ കത്ത് എന്ന് പറയുന്നത് ഇല്ല. നിരവധി പ്രാവശ്യം ഇത് ഒന്നല്ല, ഇവിടെ 2 ലൈറ്റ് ഉണ്ട്. ആറ്റെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽപ്പെട്ട ഭാഗത്ത് 2 ലൈറ്റ്. കൂരിരുട്ടാണ് ആലങ്കോട് കൂരിട്ട്. നിങ്ങൾ ഒരു പഞ്ചായത്തിൻ്റെ പ്രദേശത്ത് പോയാൽ നല്ല വെളിച്ചം കിട്ടും. പക്ഷേ ആലങ്കോട് പൂവമ്പാറ ഇങ്ങോട്ട് കഴിഞ്ഞാൽ കൂരിരുട്ടാണ്. എന്തുകൊണ്ട്? ഏറ്റവും വലിയ വരുമാനം കൊണ്ടുപോകുന്ന സ്ഥലമാണ് ആറ്റെങ്കിൽ മുനിസിപ്പാലിറ്റി. ഈ മുനിസിപ്പാലിറ്റിക്കകത്ത് ഈ കൊണ്ടുപോകുന്ന പൈസയ്ക്ക് ആനുപാതികമായിട്ട് എങ്കിലും ഇവിടെ ഒരു വികസനം കൊണ്ടുവരണ്ടേ? അത് മുനിസിപ്പാലിറ്റിയുടെ ബാധ്യതയല്ലേ? അവിടെ ഇരിക്കുന്ന ഭരിക്കുന്നവരുടെ ഉത്തരവാദിത്തമല്ലേ? എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്നുള്ള ചോദ്യം ഇന്നല്ല, പലപ്പോഴും ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട്. യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ട്? അവർക്ക് ഈ ലൈറ്റ് കേടായപ്പോഴത്തേക്ക് നിങ്ങൾ അന്വേഷിച്ചോ പറയുകയോ ചെയ്തോ? ഇതിവിടെ നമ്മുടെ വ്യാപാരി വ്യവസായ സുലൈമാൻ ഇവിടെ നിരാഹാരം വരെ കിടന്ന് കത്തിക്കാൻ വേണ്ടി. അപ്പം കിടന്നപ്പോൾ എന്തായി? എന്നാൽ പിന്നെ അവൻ കിടന്ന് എണീക്കുന്ന കാലത്ത് സർക്കാരിൻ്റെ നയമാണല്ലോ ആറ്റെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ ഇരിക്കുന്നവർ. കാരണം ഇടി വെട്ടിയാലും കണ്ണു തുറക്കൂല എന്നുള്ള ഒരിതാണ്. ഒരാളൊരു സമരം ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? ഒരു പ്രതിഷേധമാണ് സമരം ചെയ്യാനുള്ള നാട്ടിൻ്റെ എല്ലാവരും. അല്ല, എവിടെ നിന്ന് കത്തിച്ചിട്ടില്ല. പിന്നെ എത്രയോ കാലം കഴിഞ്ഞിട്ടാണ് കത്തിച്ചത്. അപ്പൊ ആ അവസ്ഥയാണ് ആലങ്കോട്. വാശിയാണ്. ഞങ്ങൾ വന്നത് ഈ ഡിവൈഡറിലേക്ക് രാത്രി ഇടിച്ചു തരണം. അല്ല ഉണ്ട്. കാരണം എന്ന് പറയുന്നത് 2 മൂലയും നേരെ ഹൈവേന്ന് ഇങ്ങോട്ട് കൊല്ലത്തോട്ട് പോയാലും കൊല്ലത്ത് നിന്ന് തിരുവനന്തപുരത്തോട്ട് പോയാലും ഈ സെന്ററിലാണ്. ഈ ഡിവൈഡർ ആവശ്യം ഇല്ല ആലങ്കോട് യഥാർത്ഥം പറയുകയാണെങ്കിൽ. ചേട്ടാ, ശരിക്കും വെളിച്ചം ഉണ്ടെങ്കിൽ ഇത് ഇടിക്കും. വെളിച്ചത്തിന്റെ പ്രധാനം ഒന്ന്. രണ്ടാമത് ഈ ഇടമില്ലാത്ത സ്ഥലത്ത് ഇത്രയും വീതി കൂടി ഡിവൈഡർ ആവശ്യമില്ല. അത് ചില സമയങ്ങളിൽ കത്തുന്നുണ്ട്, ചില സമയങ്ങളിൽ കത്തുന്നില്ല എന്നേ പറയാൻ പറ്റുള്ളൂ. ഞാൻ കാര്യം ചോദിക്കട്ടെ? കാരണം വെച്ചാൽ നമ്മുടെ നികുതി പണം കൊണ്ട് നമ്മുടെ എംപിയുടെ ഫണ്ട് കൊണ്ട് അവരുണ്ടാക്കിയ സാധനമാണ്, ഇതിപ്പോൾ കത്തണില്ല എന്നാണ് പരാതി. കത്താത്തതുകൊണ്ട് ഇവിടെ ആരും ഇവിടെ വെട്ടമില്ല. രാത്രി 11-12 മണി ഇവിടെ ഓട്ടോ ഓട്ടിക്കുന്നുണ്ട്. അപ്പോൾ ചില ദിവസങ്ങളിൽ കത്തുന്നുണ്ട്, ചില ദിവസങ്ങളിൽ കത്തുന്നില്ല എന്നുള്ള വസ്തുവാണ്. ചിലപ്പം കത്തും, ചിലപ്പോൾ പെയ്യും, ചിലപ്പോൾ പെയ്യൂല എന്ന അവസ്ഥയാണിത്. ചിലപ്പോൾ കത്തും, ചിലപ്പോൾ കത്തൂല. ഞാൻ ചോദിക്കുന്നത്, ആറ്റെങ്കിൽ മുനിസിപ്പാലിറ്റിപ്പെട്ട പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണല്ലോ ആലങ്കോട് എന്ന് പറയുന്നത്. ഏറ്റവും വലിയ വരുമാനം കൊണ്ടുപോകുന്ന സ്ഥലമാണല്ലോ. ആ വരുമാനം കൊണ്ടുപോകുന്ന സ്ഥലത്ത് അവർക്ക് വരുമാനം വാങ്ങാൻ മാത്രമേ അറിയാവൂ. ഈ നാടിൻ്റെ വികസനം കൂടെ അറിഞ്ഞൂടെ? ഏറ്റവും വികസനമില്ലാത്ത ഒരു ഇതാണ് ഞാൻ മുമ്പ് പറഞ്ഞത്. ആലങ്കോട് മുനിസിപ്പാലിറ്റി എന്ന് പറയുന്ന സ്ഥലം പൂവമ്പാറ പാലത്തിൻ്റെ ഇപ്പുറത്തോട്ട് 2ാം തരമായിട്ട് കാണുന്ന മുനിസിപ്പാലിറ്റി. ഇത് വെട്ടിമുറിച്ചിട്ട് ഇപ്പം നമുക്ക് നിയമമുണ്ട്. ഈ വാർഡും മറ്റ് 3 പഞ്ചായത്തും കൂടെ ചേർത്തെടുത്താൽ നല്ല അടിപൊളി ഒരു പഞ്ചായത്ത് ഇവിടെ കൊണ്ടുവരാം. നിയമനിർമ്മാണത്തിൽ കൂടി കൊണ്ടുവരാൻ കഴിയും. അതായത് കോടതി ഇതിന് ഉദാഹരണം ഉമ്മൻചാണ്ടി അന്ന് വിഭജനം കൊണ്ടുവന്ന സമയത്ത് പറഞ്ഞത്, നിങ്ങൾക്ക് തോന്നിയ പോലെ കൊണ്ടുവരാനല്ല, നിങ്ങൾക്ക് ഇത് ജനങ്ങൾക്ക് ആവശ്യമെങ്കിൽ നിയമനിർമ്മാണം ചെയ്യാൻ. അങ്ങനെ ഒരു വകുപ്പുണ്ടല്ലോ. നിയമനിർമ്മാണം ചെയ്ത് ഇവരൊരു പഞ്ചായത്താക്കിയാൽ ഈ ആലങ്കോടിൻ്റെ വികസനം എവിടെ എത്തുമെന്ന് അറിയാമോ? പക്ഷേ അത് എന്തുകൊണ്ട് മുനിസിപ്പാലിറ്റി അനുവദിക്കുന്നില്ല? ചേട്ടാ, ഈ ലൈറ്റ് കത്താറുണ്ടോ? ഇത് ലൈറ്റ് ഇപ്പോൾ കത്താറില്ല. ഇവിടെ ഒരുപാട് ആക്സിഡന്റ് ഒക്കെ സംഭവിക്കുന്നുണ്ട്. ഞങ്ങള് പകലാണ്, ഡേയിൽ ഇരിക്കുന്ന നൈറ്റ് ഇരിക്കുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റുമോ? കത്താറില്ല. അത്
ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ടാണ്, നേരത്തെ കത്തിക്കൊണ്ടിരുന്നതാണ്. ആ അതാ വലിയ ബുദ്ധിമുട്ടാണ് ചില സമയത്ത് ഇവിടെ. ചേട്ടാ ഇവിടെ പ്രൈവറ്റ് ബസ്സിൻ്റെ സ്ഥലം വല്ല മാറ്റം? പ്രൈവറ്റ് ബസ് നിർത്തുന്ന സ്ഥലമൊന്നും പറ്റില്ല. പ്രൈവറ്റ് ബസ് നിർത്താനുള്ള താഴെയാണ് പറഞ്ഞേക്കണം. പക്ഷേ അവർ അവിടെ നിർത്തി കഴിഞ്ഞാൽ ആൾ ഇവിടെ നിൽക്കുമ്പോഴത്തേക്ക് ഇവിടെ കൊണ്ടൊക്കെ ചവിട്ടും. ചിലപ്പോൾ സിഗ്നൽ കിടക്കുന്ന സമയത്തായിരിക്കും കൊണ്ട് ചവിട്ടണത്, അങ്ങോട്ടുള്ള സിഗ്നൽ കിടക്കുകയായിരിക്കും. അപ്പോൾ അവർ ഇവിടെ കൊണ്ട് നിർത്തുമ്പോഴത്തേക്ക് കൂടുതൽ വീണ്ടും വണ്ടി ബ്ലോക്ക് ആവുകയാണ്. ഒരുപാട് വണ്ടി ബ്ലോക്ക് ആവും. അങ്ങോട്ട് തിരിയണം അല്ലേ? അല്ല, നേരെ പോകും. നമ്മൾ കൊല്ലത്തേക്ക് പോകുന്ന സിഗ്നൽ കിടക്കുകയായിരിക്കും. ഇപ്പോൾ സിഗ്നൽ വീട് കിടക്കുകയായിരിക്കും. പക്ഷേ ആ സമയത്ത് പ്രൈവറ്റ് ബസ്സുകാർ അവിടെ കൊണ്ട് വീണ്ടും ചവിട്ടും. ഇപ്പോൾ അവിടെ നിർത്തലെന്ന് പോലീസുകാർ പ്രത്യേകം പറഞ്ഞിട്ടുള്ളതാണ്. അത് കേൾക്കാത്ത പക്ഷമാണ് അവർ വീണ്ടും അവിടെ നിന്ന് ആളെ എടുത്തിട്ട് കൊണ്ടുവന്ന് അവിടെ നിർത്തണം. അത് വിഷയമാണല്ലേ? അത് വിഷയമാണ്. ആക്സിഡന്റ് ഉണ്ടാവാറുണ്ട്. ഈ ഇടയ്ക്ക് ഒരു ബൈക്ക് തട്ടി വീഴുകയും ചെയ്ത് അങ്ങനെ ഒരു ഇതുണ്ട്, വിഷയം ഉണ്ടായി. പിന്നെ ആ ബസ് അവിടെ ചവിട്ടുമ്പോൾ പെട്ടെന്ന് ബാക്കിൽ നിന്ന് വന്ന വണ്ടികളുണ്ട് ചവിട്ടി കൊടുക്കും. ഈ പറയും പോലെ ഈ ലാമ്പൊക്കെ സ്ഥാപിക്കുമ്പോഴത്തേക്ക് അത് ആരുടെയും കുടുംബത്തിൽ നിന്നല്ല, അവർക്ക് കിട്ടുന്ന ഫണ്ട്, അത് പ്രധാനമന്ത്രി ആരെങ്കിലും കൊടുക്കുന്ന ഫണ്ട് കൊണ്ടാണ് അവർ MP ഫണ്ട് കൊണ്ടൊക്കെ ചെയ്യേണ്ടത്. ചെയ്താൽ ഞാൻ ആദ്യം കുറേ പ്രാവശ്യം മാറിയിട്ടുണ്ട്, ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2 വർഷത്തേക്കെങ്കിലും അതിൻ്റെ മെയിൻറ്റെയിൻ കൂടി നോക്കേണ്ട ഒരു ഉത്തരവാദിത്തം ഈ ഫണ്ട് കൊടുക്കുന്ന ആൾക്കാർക്കുണ്ട്. അത് മെയിൻറ്റെയിൻ ചെയ്യുക. കാരണം അല്ലെങ്കിൽ ഇതേപോലെ ഈ ഒരു ലൈറ്റ് ഇല്ലാത്ത കാരണം ഒരുപാട് ആക്സിഡൻറ്റ് സംഭവിക്കുന്നു. നാട്ടുകാർ വിളിച്ചിട്ടാണ് വന്നത്, അത് ഞങ്ങൾ ഇഷ്ടപ്രകാരം വന്നതല്ല, നാട്ടുകാരാണ് വിളിച്ചിട്ട് വന്നത്. എന്തായാലും സത്യാവസ്ഥ പുറത്തുകൊണ്ട് വരികയാണ്. തിരുത്താൻ ശ്രമിക്കുക. ഇസ്മൈൽ വണ്ടി ക്യാമറമാൻ അനീഷ് മംഗലാപുരത്തിനൊപ്പം ശ്രീത് മേര സൈനിക.